യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മ, ഞാനൊന്ന് കമ്പനിയിലേക്ക് പോവാം. അത്യാവശ്യമായിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞ് ഫോൺ വന്നായിരുന്നു. അവിടെ നിന്ന് ഞാൻ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാം. ശരി. പിന്നെ ഹോസ്പിറ്റൽ ചെലവിന് ഞാൻ കുറച്ച് പണം അവന്റെ തരട്ടെ? വേണ്ടരും, അതൊക്കെ എല്ലാവർക്കും വേണ്ടി ചെയ്തതുപോലെ തന്നെ ആവശ്യമുള്ള ഞാൻ കൈ കരുതിയിട്ടുണ്ട്. അതെനിക്കറിയാം അമ്മാവ. എന്നാലും ഹോസ്പിറ്റലില് മറ്റു ചെലവൊക്കെ ഉണ്ടാവില്ലേ? നീ അതൊന്നും ഓർക്കണ്ട. എന്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ നിന്നോട് ചോദിച്ചോളാം. അച്ഛാ, ഞാനെന്നാ ഇറങ്ങട്ടെ അച്ഛാ? ശരി മോളെ, പോയിട്ട് വാ. പോയിട്ട് വരാം. മഞ്ചാടി മോളും കൂടി ഒരു കരപറ്റിയ സമാധാനമായി. കല്യാണത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോ തന്നെ മനസ്സിൽ പേടിയാ. മക്കൾക്ക് പറ്റിയ നല്ല മരുമക്കളെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരറിവില്ല. എന്റെ എല്ലാ കണക്കൂട്ടലുകളും പിഴച്ചുപോയെന്ന് എത്രയോ പ്രാവശ്യം ഈശ്വരൻ എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ വിഷമിക്കാൻ മാത്രം പ്രശ്നമൊന്നും ഇവിടെ ഇല്ല അമ്മാവ. ഇന്ദ്രനും വിനയനും അല്ലേ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുള്ളൂ. അതിൽ ഇന്ദ്രന് ഇപ്പൊ തന്നെ നല്ല മാറ്റമുണ്ട്. ബാക്കിയൊക്കെ ശരിയാവും. പിന്നെ വിനയനല്ലേ? വിനയന്റെ കാര്യത്തിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും കൂടി സംസാരിച്ച് വിനയൻ നന്നായെന്ന് തോന്നിയാലും കുറച്ചു ദിവസം കഴിയുമ്പോൾ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. അതൊക്കെ ശരിയാവും അമ്മാവ. നമ്മുടെ ശബരിയുടെ കാര്യം നോക്കിക്കേ. ശബരിയെ പോലൊരു നല്ല മരുമകനെ, അമ്മാവൻ ഒരിക്കലും ചിന്തിക്കാത്തത്ര സ്വഭാവ ഗുണങ്ങളുള്ള ഒരു മരുമകനെ ഈശ്വരൻ തന്നില്ലേ? നമ്മൾ പ്രശ്നങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും നോക്കിയാ ജീവിതത്തിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ നല്ലത് കാണാൻ ശ്രമിച്ചാൽ നമുക്ക് സന്തോഷിക്കാനുള്ളത് അവിടെ കാണും. ഇത് ഞാൻ പറഞ്ഞതല്ല, അമ്മാവൻ തന്നെ എനിക്ക്. അതും ശരിയാ. ശബരി നല്ല ആളായിരുന്നില്ലെങ്കിൽ നമ്മുടെ ദയ ശരിക്കും കഷ്ടപ്പെട്ടു പോയനെ. ആ വീട്ടിലുള്ള ആൾക്കാരുടെ സ്വഭാവം അത്രയ്ക്ക് മോശപ്പെട്ടതാ. നീ എന്തിനാ എന്റെ അമ്പിളി വെറുതെ അവരെ കുറിച്ച് ഓരോന്നൊക്കെ പറയുന്നത്? അതെ, അച്ഛൻ അറിയാഞ്ഞിട്ടാ. ആ വാസന്തി അനിതയും ആശുപത്രിയിൽ വെച്ച് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ദയയുടെ കുഞ്ഞ് അവരുടെ വീട്ടിലേയും കൂടിയാ. അവര് സമ്മതിച്ചാലേ നമുക്ക് കുഞ്ഞിനെ പോയി കാണാൻ പറ്റൂന്ന്. അല്ലോ, അങ്ങനൊക്കെ പറയേണ്ട ആവശ്യം എന്താ? ഇതൊക്കെ വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ലേ. നീ എന്തിനാ അതൊക്കെ ഏറ്റുപിടിക്കാൻ പോകുന്നത്? അവര് വിവരമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ അതെല്ലാം ഒരു ചെവി കൂടി കേട്ടിട്ട് മറ്റേ ചെവി കൂടി അങ്ങ് കളഞ്ഞേക്കണം. അല്ലാതെ വെറുതെ. അതെ അമ്പിളി, നീ ഇനി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അവരെന്തെങ്കിലും പറഞ്ഞാ തിരിച്ചൊന്നും പറയാൻ നിൽക്കില്ലേ കേട്ടോ? ഓ, അപ്പൊ ഞാനായോ കുറ്റക്കാരി? അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. നീ എന്തിനാ രഘു അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത്? അമ്മാവന് അറിയാവുന്നല്ലേ അവളുടെ സ്വഭാവം. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അവര് പറയുന്നതിന് 100 ഇരട്ടിയായിട്ട് ഇവള് മറുപടി പറയും. അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. നിനക്കേ അത്യാവശ്യമായിട്ട് കമ്പനിയിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ട് പോണ്ടേ? എന്നാ ഞാൻ ഇറങ്ങാൻ പോവാ. ശരി ശരി, പോയിട്ട് വരാം. ശരി മോനെ. മഞ്ചാടി, നിക്കേ. ഞാൻ മഞ്ചാടിയെ കാത്തു നിന്നാ. എത്ര വട്ടം ഞാൻ പറഞ്ഞു ദൈവത്തെ ഓർത്ത് എന്നെ ശല്യം ചെയ്യരുതെന്ന്? ഇല്ല, ഇനി ഒരിക്കലും ഞാൻ മഞ്ചാടിയെ ശല്യം ചെയ്യില്ല. ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാ. അതൊരിക്കലും നിന്നെ വെറുത്തിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ അല്ല. സ്നേഹക്കൂടുതലുള്ളതുകൊണ്ട് തന്നെ എന്റെ പ്രസൻസ് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നറിയാം. അത് വേണ്ട, അതുകൊണ്ട് ഞാൻ പോവാ. പിന്നെ ഞാൻ എന്റെ നമ്പർ ഉപേക്ഷിക്കുക. ഞാൻ എവിടെ എന്താ എന്നൊന്നും ആരും അറിയണ്ട. അതുകൊണ്ടാണ് ഈ നമ്പർ കളയുന്നത്. പിന്നെ ഞാനൊരു പുതിയ നമ്പർ എടുക്കുന്നുണ്ട്. അത് നിനക്ക് വേണ്ടി മാത്രം. എനിക്ക് വേണ്ടിയോ? പേടിക്കണ്ട, നിന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല. ആ നമ്പറിൽ നിന്ന് ഒരിക്കലും വിളിക്കില്ല. ഞാൻ നമ്പർ എടുത്തതിന് ശേഷം ഒരു മെസ്സേജ് അയച്ചു തരാം. എന്നെങ്കിലും എന്നെയും എന്റെ സ്നേഹത്തെയും തിരിച്ചറിഞ്ഞ നീ വിളിക്കണം.
നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. നീ വിളിക്കുമെന്നുള്ള ആ പ്രതീക്ഷയിൽ ആ നമ്പർ ഞാൻ സൂക്ഷിക്കും. വെറുതെ ആവശ്യമില്ലാത്ത പ്രതീക്ഷകളൊന്നും വേണ്ട. നിങ്ങളെ കുറിച്ചൊരു നല്ലൊരു ഓർമ്മ പോലും എനിക്കില്ല. ഇത്രയും നാള് നിങ്ങളോട് സംസാരിച്ചതിൽ എനിക്കിഷ്ടം തോന്നിയ ഒരേ ഒരു കാര്യം, എന്നെ ഒരിക്കലും ശല്യം ചെയ്യില്ലെന്ന് പറഞ്ഞ വാക്ക്. അതിന് താങ്ക്സ്. ഞാൻ പോകുന്നു. മോനെ നമ്മള് വീടെത്തിയല്ലോ. ഇറങ്ങ. കരയല്ലേ ഓ ഓ ഓ ഓ ഓ ഓ ഉച്ചുമോനെ വാടാ. അമ്മേ. അല്ല, പോയ കാര്യം എന്താ ഇന്ദ്ര? ആ അത് ശരിയായി. എന്ത് ശരിയായെന്ന്? എടാ, പറയുമ്പോ ഒന്ന് വ്യക്തമായിട്ട് പറ, കാര്യങ്ങൾ അറിയണ്ടേ? അത് ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മേ, പിന്നെ എല്ലാം അങ്ങ് ഓക്കെ ആയി. രാവിലെ എല്ലാവരെയും കൂടി കണ്ടപ്പോ അവരെന്താ പറഞ്ഞത്? അനു ആണല്ലോ ചെല്ലേണ്ടിയിരുന്നത്, അതുകൊണ്ട് എല്ലാം കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയതിന്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് മതി. ഹേയ് വാമോനെ, കാലത്തെ അച്ഛന്റെ അമ്മയുടെയും കൂടെ കറങ്ങാൻ പോയിട്ട് പൊന്നുമോനെ ആരെയൊക്കെ കണ്ടു പറഞ്ഞേ? വാവയോ? ഏത് വാവയെ പറമോനെ? പറകൂട്ട, ഏത് വാവനെയാ കണ്ടേ? അത് ബാഗിലൊരു കുഞ്ഞുണ്ടായിരുന്നു, അതിന്റെ കാര്യം അവൻ പറയുന്നത് അല്ലടാ. മോന് അച്ഛമ്മ ഒരു സൂത്രം എടുത്തു വെച്ചിട്ടുണ്ട്, പോവാ എടുത്തു തരാവേ. അച്ഛമ്മ കാണിച്ചു തരാവേ. അവൻ പറഞ്ഞത് കേട്ടോ. ആ ഇനി ഏതായാലും അവന്റെ അടുത്ത് ഒരു കള്ളത്തോട് നടക്കില്ല കേട്ടോ. അതെ അതെ, ഇപ്പൊ തന്നെ പറഞ്ഞത് കേട്ടില്ലേ. ഇനി വലുതാവുമ്പോ എന്തായിരിക്കും എന്തോ. എന്താവോ എന്തോ. വാ. കഴിഞ്ഞു. ഓ സമയം 2 മണിയാവാറായില്ലേ? ദേ, നിനക്ക് വിശക്കുന്നില്ലേ? കുഴപ്പമില്ല ചേച്ചി, അമ്പിളി ചേച്ചി ഇപ്പൊ ആഹാരം എത്തും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ കുഞ്ഞിന് പാല് കൊടുക്കുന്നതല്ലേ, സമയത്തിന് ആഹാരം കഴിക്കണം. ശബരി പോകുമ്പോ നിനക്ക് പറയായിരുന്നില്ലേ? അവൻ ആഹാരം വാങ്ങിക്കൊണ്ട് വരുമായിരുന്നല്ലോ. അമ്പിളി ചേച്ചി കഷ്ടപ്പെട്ട് ആഹാരം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ ഞാൻ ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കുന്നത് എങ്ങനെയാ ചേച്ചി? വിശക്കുമ്പോ കഴിക്കാനുള്ളതാ ദയേ ആഹാരം. അമ്പിളി അവളുടെ ആ ഉത്തരവാദിത്വം കാണിക്കാതിരിക്കുന്നതാ ശരിയേട്. അല്ലെങ്കിലും ഇവിടെ ക്യാൻറ്റീനിൽ നല്ല ഊണുള്ളപ്പോ എന്തിനാ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്? അനിയത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുവാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ?